1,00,000 കോടിയുടെ ആയുധ കരാറിന് ഭാരതം. പാക് അതിർത്തിയിൽ വിന്യസിക്കുന്നതിനായി തദ്ദേശീയ മിസൈൽ സംവിധാനം തയ്യാറാക്കും. 3 ചാരവിമാനങ്ങൾ വാങ്ങും. നാവികസേനയ്ക്കായി മൈനുകളും ഭാരതം വാങ്ങും. വിവരങ്ങളുമായി ശ്രീകാന്താണുള്ളത്. ശ്രീകാന്ത്, ഭാരതം പ്രതിരോധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി തന്നെയാണ് പല വിധത്തിലുള്ള നീക്കങ്ങളും ഇപ്പോൾ നടത്തിവരുന്നത്. കൂടുതൽ വിശദാംശം. നിലവിൽ ഇന്ത്യ ഈ പ്രതിരോധ സംവിധാനം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കൂടുതൽ ആയുധങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിനുള്ള കരാർ 1,00,000 കോടിയുടെ കരാർ ഇപ്പോൾ ഇന്ത്യ മുന്നോട്ട് കൊണ്ടുപോകാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അതായത് നേരത്തെ തന്നെ പ്രതിരോധ മന്ത്രാലയത്തിന് മുൻപാകെ കുറച്ചധികം പ്രൊപ്പോസലുകൾ വന്ന് കിടപ്പുണ്ട്. കുറെ ആയുധങ്ങൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ 3 സേനാ വിഭാഗങ്ങൾക്കും ഈ ആയുധങ്ങൾ വാങ്ങി നൽകാൻ തീരുമാനിച്ചു. സർഫസ് ടു എയർ മിസൈൽ അത് വാങ്ങി പാകിസ്ഥാൻ അതിർത്തിയിൽ വിന്യസിക്കാനാണ് ഒന്നാമത്തെ തീരുമാനം. രണ്ടാമത്തേത് വ്യോമസേനയ്ക്കായി ചാരവിമാനങ്ങൾ വാങ്ങാൻ ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നു. അതോടൊപ്പം നാവികസേനയ്ക്കായി ഈ സബ്മറൈനുകളും മറ്റും തകർക്കുന്ന മൂർ മൈനുകളുണ്ട്. അത് പ്രഷർ ബേസ്ഡ് മൂർ മൈനുകൾ ആണ്. അവ വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. സുഖോയ് 30 വിമാനങ്ങൾ പരിഷ്കരിക്കുന്നതിന്, അത് ഇന്ത്യയുടെ കൈവശമുള്ള വിമാനങ്ങളാണ്, അത് പരിഷ്കരിക്കുന്നതിനും നീക്കം നടക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിലുള്ളത്, ഇന്ത്യയുടെ തദ്ദേശീയ ആയുധങ്ങളാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. അതിനാൽ DRDOയെ കൂടുതൽ ആശ്രയിക്കാനാണ് ഇന്ത്യയുടെ തീരുമാനം. പ്രതിരോധ സംവിധാനം ഭാരതം കൂടുതൽ മെച്ചപ്പെടുത്താനാണ് തയ്യാറെടുക്കുന്നത്. 1,00,000 കോടിയുടെ ആയുധ കരാറിന് ഭാരതം തയ്യാറെടുക്കുകയാണ്. പാക് അതിർത്തിയിൽ വിന്യസിക്കുന്നതിനായി തദ്ദേശീയ മിസൈൽ സംവിധാനം തയ്യാറാക്കുന്നുണ്ട്. 3 ചാരവിമാനങ്ങളും വാങ്ങുന്നുണ്ട് ഭാരതം. നാവികസേനയ്ക്കായി മൈനുകളും ഭാരതം വാങ്ങാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ശ്രീകാന്താണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്.